ദീനെ പറ്റി ഇന്നും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. SSF-ഉം സുന്നത്ത് ജമാഅത്തിനും രണ്ടും ഒന്നാക്കണം. എല്ലാ നേതാക്കളോടും പറഞ്ഞ് നിങ്ങൾ കളിക്കല്ല. ഇതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാവോ? അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ AP-ന്റെ കൂടെ അല്ല, അന്നും ഞാൻ സ്നേഹിച്ചത് EK ഉസ്താദിനെയാണ്. ഷേഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മകനാക്കാട്ടി അധികം എന്നെ സ്നേഹിച്ചിരുന്നു മഹാനവർകൾ. കുട്ടിച്ചേര പോയി. ഞാൻ വളരെ സന്തോഷത്തോട് എറണാകുളം ഒരു സമ്മേളനമുണ്ട്, അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, EK ആയിരിക്കും വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയുള്ളാഹി മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് ഉടനെ എണീച്ചിരുന്നു. പറഞ്ഞേ തോബ ചെയ്യുക, തോബ ചെയ്യുക. മുഖം ചോന്നുപോയി. എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു, തോബ ചെയ്തു മുസ്ലിയാരെ, എന്താണ് നിങ്ങൾ പറയുന്നത്? EK നിങ്ങൾ അമ്മാമനല്ലേ? പറഞ്ഞു, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്. ഹക്ക് ഹക്കാവും. എറണാകുളം സമ്മേളനം വിജയിക്കൂ. CM ഇബ്രാഹിം പോവുക, എറണാകുളം പ്രസംഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ ഞാൻ ഇറങ്ങി. അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ BB അബ്ദുള്ള കോയ. ഉടനെ എനിക്ക് ഫോൺ ചെയ്തു, CM അവர்களെ നിങ്ങൾ പോവാൻ പാടില്ല. ഞാൻ പറഞ്ഞു, മഹാനവർകളെ, എന്റെ ഹൈക്കമാൻഡ് എനിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, ഞാൻ പോവാണ്ട് നിൽക്കാൻ പറ്റൂല. അതിന്റെ ശേഷം കരുണാകരൻ വിളിച്ചു. കരുണാകരൻ പറഞ്ഞു, ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം പോവാൻ പാടില്ല. ഞാൻ കരുണാകരനോട് പറഞ്ഞു, കോൺഗ്രസിന്റെ കസാല എനിക്കൊരു പുല്ലാണ്. എന്റെ ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഉത്തരവിട്ട് കഴിഞ്ഞു, കോൺഗ്രസ് ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എറണാകുളം പോകും. ലീഗിന്റെ നേതാക്കളോട് അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് AP-ന്റെ കൂടെ അല്ല, അള്ളാന്റെ വലിയുന CM വലിയുള്ളാഹി അവര് ഉത്തരവിട്ട് കഴിഞ്ഞു, നിങ്ങൾ ഇനി വിജയിക്കൂല. അന്ന് എറണാകുളം നടന്ന സംഭവം എന്താ? ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇത് കണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിൽ നിങ്ങളൊന്ന് നിർത്തിക്കൂടെ? എന്തുകൊണ്ടാണ്